ഈ ലോകത്ത് യുക്തിയില്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഏറ്റവും ഉള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണ്. ഇപ്പം കുറേ കാര്യം പൂജയുടെ ഇതൊക്കെ വെച്ച് കുറച്ച് ഞാൻ പറഞ്ഞുതരും. ഇപ്പം ഈ ലക്ഷ്മി പൂജ ഒരു പൂജയുടെ ഈ പൂജ ചെയ്യുന്ന സാമ്പത്തികമായ വളർച്ചയ്ക്കും ബിസിനസ്സിലൊക്കെ വളർച്ചയ്ക്കും ഭയങ്കര കോടീശ്വരൻ അവന് ദാരിദ്ര്യമൊന്നും വരാതിരിക്കാൻ ചെയ്യുന്ന ഒരു പൂജയാണ് ലക്ഷ്മി പൂജ. പക്ഷേ ഈ ലോകത്ത് ഏറ്റവും സമ്പന്നമായ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ പൂജയൊന്നും ചെയ്യാത്ത അമേരിക്ക, സിംഗപ്പൂരൊക്കെയാണ് ലിസ്റ്റിൽ ഒന്നാമത് രണ്ടാമതൊക്കെ കിടക്കുന്നത്. പക്ഷേ ഈ പൂജയൊക്കെ ചെയ്യുന്ന ഇന്ത്യ ഇപ്പോഴും 10% കൂടുതൽ അതിദാരിദ്ര്യം ഉള്ളവർ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ളവരുണ്ട്. നല്ല പോലെ കഷ്ടത ഈ ചെറിയൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിറയെ പേരെ കൊണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് സരസ്വതി പൂജ അടുത്താണ്. സരസ്വതി പൂജ എന്നാൽ ഈ വിദ്യാഭ്യാസം ഭയങ്കരമായിട്ട് അറിവ് കിട്ടാൻ, ടെക്നോളജി വളർച്ച, പുതിയ കാര്യം കണ്ടുപിടിക്കാൻ ഇതിനൊക്കെ ഉള്ള പൂജയാണ് സരസ്വതി പൂജ. പക്ഷേ ലോകത്ത് 82% കണ്ടുപിടിച്ചിട്ടുള്ള ഈ പൂജയൊന്നും ചെയ്യാത്ത യഹൂദന്മാരാണ്. പിന്നെ ബാക്കിയുള്ളവർക്ക് അമേരിക്ക, ജപ്പാൻ, ചൈനയിലുള്ളവരൊക്കെയാണ് ബാക്കി കണ്ടുപിടുത്തങ്ങളുള്ളത്. അപ്പം ഈ ജപ്പാനിലൊക്കെ ആണെങ്കിൽ 600 കിലോമീറ്റർ വേഗത ഓടുന്ന ട്രെയിൻ വരെ അവരിപ്പം കണ്ടുപിടിച്ചു. പക്ഷേ ഈ കാലത്ത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഈ പൂജ ഇന്ത്യയിലാണെങ്കിൽ 140 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ ഓടുന്ന ട്രെയിൻ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വന്ദേ ഭാരതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വേഗത എന്നാലും 140 കിലോമീറ്ററിൽ കൂടുതൽ അവർക്ക് അതിനനുസരിച്ച് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വിശ്വകർമ്മ പൂജയാണ്. പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറിയിലുള്ള ഇതിന് ആയുധങ്ങൾ പൂജിക്കാനും തൊഴിലാളികൾക്കൊന്നും പറ്റാതിരിക്കാനും ഈ ഫാക്ടറിയിലുള്ള ഈ ഇതുണ്ടല്ലോ ഈ മെഷീൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്യണ പൂജയാണ് ഈ വിശ്വകർമ്മ പൂജ. പക്ഷേ ഈ ഫാക്ടറി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ ജർമ്മൻ കൺട്രിയാണ്. ഈ കാറുകൾ ഉണ്ടാക്കണ ഇതിൽ എല്ലാത്തിലും ഒന്നാം സ്ഥാനത്തേക്ക് ജർമ്മൻ കൺട്രിയാണ്. ഈ പൂജയൊക്കെ ചെയ്യണ ഇന്ത്യയൊക്കെ ഇപ്പോഴും ബേക്കിലുണ്ട്. പിന്നെ ഈ ജോലിക്കാരെ സുരക്ഷയ്ക്ക് അവർ പൂജ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ സുരക്ഷ ഏറ്റവും കൂടുതൽ നല്ല പോലെയുള്ള നമ്മുടെ അറബ് രാജ്യങ്ങളാണ്. ഇന്ത്യ അതിന് നല്ല ബേക്കിലുണ്ട്. കുറേ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ജോലി സ്ഥലത്ത് നിന്ന് മുകളിൽ നിന്ന് വീണ് മരിച്ചെന്നും അല്ലാതെ മെഷീനിൽ അല്ലാതെയൊക്കെ വീണ് മരിച്ചപ്പം സുരക്ഷ അത് കുറവായത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇത് ഭക്തി കൂടുതലാണ്. പക്ഷെ അല്ലാതുള്ള കാര്യങ്ങൾ ഐഡിയപരമായി ചെയ്യുന്ന കാര്യങ്ങളും അല്ലാതുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ അധികമായി കുറവാണ്. അപ്പം ഇതിൻ്റെ ഇതൊക്കെ അപ്പം നിങ്ങൾ യുക്തിപരമായി ഒന്ന് ചിന്തിക്കണം. ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ 10,000 ഭാര്യമാർ ഇത്ര കാമിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരാളെ ദൈവത്തിന്റെ ക്വാളിറ്റി ഉള്ള ഒരാളല്ല. ഇങ്ങനെയുള്ള ആളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഒരു ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങൾ അതിനെ ചിന്തിക്കാൻ മനസ്സിലാവും. പിന്നെ രാമനാണെങ്കിൽ ഭാര്യയെ സംശയിച്ച് വനത്തിൽ ഉപേക്ഷിക്കണം. ഒരു ദൈവത്തിന് സംശയിച്ച് ഇങ്ങനെ ഭാര്യയെ വനത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് നിങ്ങളൊന്ന് ചിന്തിക്കണം. പിന്നെ അല്ലാതെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു കോഴിയെ പച്ചയ്ക്ക് കടിച്ച് കൊന്ന് എന്തൊക്കെ ചെയ്ത് എന്താ പൂജയ്ക്ക് എന്താണോ ഇങ്ങനെ കടിച്ച് കൊന്ന് എന്തൊക്കെ ചെയ്തിട്ട് അവർ കിടന്നെന്തൊക്കെ കാണിക്കുകയാണ്. അപ്പൊ ഒരു മൃഗത്തിനെ പോലെയൊക്കെ അവരാവുകയാണ്. അപ്പൊ നമ്മുടെ നാട് ഇപ്പോഴുള്ള ഇന്ത്യയാണ് അവരങ്ങനെ ആക്കുകയാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം. മൃഗത്തിന് ദൈവം എന്നുള്ള സ്നേഹമാണ്. അപ്പം ജീസസ് അപ്പൊ അതുകൊണ്ടാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ പണ്ട് മിഷണറിമാരൊക്കെ ഇവിടെ വന്ന് ഇത് സ്കൂളൊക്കെ ഉണ്ടായി. പള്ളിയുടെ അടുത്ത് സ്കൂളുണ്ടായാണ് പള്ളിക്കൂടം അതിന് പേരൊന്നും. അങ്ങനെയാണ് ഇവിടെ കേരളത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോഴും കേരളത്തിന് പണ്ടത്തെ പോലെ മൃഗങ്ങളെ പോലെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടിക്കാർ. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞാൽ ജസ്റ്റ് അപ്പൊ നിങ്ങൾ എന്നൊന്ന് ചിന്തിക്കണം. ഭക്തിക്ക് ആദ്യത്തെ സ്ഥാനം കൊടുക്കണേക്കാളും അല്ലാതുള്ള ഐഡിയാസ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഈ തെറ്റായിട്ടുള്ള ഭക്തി നിങ്ങൾ അത് മാറ്റണം. എന്നുവെച്ചാൽ ഓവറായിട്ടുള്ള ഈ തെറ്റായിട്ടുള്ള അന്ധവിശ്വാസമൊക്കെ മാറ്റി ഇതിലൂടെ നിങ്ങൾക്ക് കുറേ നമ്മൾ ഇന്ത്യക്കും ടോപ്പ് ഫസ്റ്റിലൊക്കെ എത്താൻ പറ്റും എല്ലാ കാര്യത്തിലും. ചിന്തിക്കുക, കുറ്റം പറഞ്ഞല്ല, ചിന്തിക്കുക. താങ്ക് യു.